തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 53-ാം സങ്കീർത്തനം 6-ാം വാക്യം. സിയോനിൽ നിന്ന് ഇസ്രായേലിൻ്റെ രക്ഷ വന്നെങ്കിൽ, ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. ദൈവജനത്തിൻ്റെ ഹൃദയ വിളിയാണ് ഇന്നത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നത്. പാപവും കഷ്ടപ്പാടും ശത്രുക്കളുടെ പീഡയും അനുഭവിക്കുന്ന ജനത്തിന് യഥാർത്ഥ രക്ഷ ദൈവത്തിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ. പ്രത്യാശയും വീണ്ടെടുപ്പും സന്തോഷവും ഇന്നത്തെ വാക്യം പ്രഖ്യാപിക്കുന്നു. രക്ഷയുടെ ഉറവിടം ദൈവമാണ്. സിയോനിൽ നിന്ന് എന്നുള്ളത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയും ഭരണത്തെയും സൂചിപ്പിക്കുന്നു. മനുഷ്യൻ്റെ കഴിവോ സമ്പത്തോ അല്ല, ദൈവമാണ് യഥാർത്ഥ രക്ഷകൻ. പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവത്തിങ്കിലേക്ക് നോക്കാം. മനുഷ്യ സഹായം പരിമിതമാണ്, എന്നാൽ ദൈവസഹായം സമ്പൂർണമാണ്. ദൈവം തന്നെ ജനത്തിൻ്റെ അവസ്ഥ മാറ്റുന്നവനാണ്. പ്രവാസം അടിമത്തത്തെയും ദുഃഖത്തെയും നഷ്ടത്തെയും പ്രതിനിധീകരിക്കുന്നു. ദൈവത്തിന് ഈ അവസ്ഥയെ മാറ്റുവാൻ കഴിയും. ഇന്നത്തെ കണ്ണുനീർ നാളത്തെ സന്തോഷമാകും. അവൻ്റെ പ്രവൃത്തിക്കായി കാത്തിരിക്കുന്നവരെ അവൻ നിരാശപ്പെടുത്തുകയില്ല. ദൈവത്തിൻ്റെ രക്ഷ സന്തോഷം നൽകുന്നതാണ്. ദൈവം പ്രവർത്തിക്കുമ്പോൾ വിലാപം സ്തുതിയായി മാറും. ദൈവത്തിൻ്റെ രക്ഷ വ്യക്തിപരമായ ഒരു അവസ്ഥ മാത്രമല്ല, സമൂഹത്തിലാകെ സന്തോഷം നൽകുന്ന കാരണമാണ്. പ്രിയമുള്ളവരെ, യഥാർത്ഥ രക്ഷ ദൈവത്തിൽ നിന്നാണ് വരുന്നത്. അവൻ നമ്മുടെ ബന്ധങ്ങൾ അഴിച്ചുവിടുകയും ദുഃഖത്തെ സന്തോഷമാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഏതു സാഹചര്യത്തിലും ദൈവത്തിൽ പ്രത്യാശ വെച്ച് അവൻ്റെ രക്ഷയ്ക്കായി കാത്തിരിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലെ ബന്ധനങ്ങളും ഭാരങ്ങളും നീക്കി നിന്റെ സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.